അധ്യായം 5. ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരൂശലേമിന്റെ വീഥികളിൽ ചുറ്റിനടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവിൻ. കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. യഹോവയാണ് എന്ന് പറഞ്ഞാലും അവർ കപടമായിട്ടത്രേ സത്യം ചെയ്യുന്നത്. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചു എങ്കിലും അവർ വേദനപ്പെട്ടില്ല. നീ അവരെ ക്ഷയിപ്പിച്ചു എങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി. മടങ്ങിവരുവാൻ അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഞാൻ, ഇവർ അല്പന്മാർ, ബുദ്ധിഹീനർ തന്നെ. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല. ഞാൻ മഹാന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കും. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുമെന്ന് പറഞ്ഞു. എന്നാൽ അവരും ഒരുപോലെ നുകം തകർത്ത് കയറ് പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കാട്ടിൽ നിന്ന് ഒരു സിംഹം വന്ന് അവരെ കൊല്ലും. മരുപ്രദേശത്തിലെ ചെന്നായി അവരെ പിടിച്ചുകൊണ്ടുപോകും. പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്കെതിരെ പതിയിരിക്കും. അവയിൽ നിന്ന് പുറപ്പെട്ടുവരുന്ന എല്ലാവരെയും പറിച്ചു കീറിക്കളയും. അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലയോ, അവരുടെ പിന്മാറ്റങ്ങളും പെരുകിയിരിക്കുന്നു. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നതെങ്ങനെ? നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു. ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്തു വരുന്നു. ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുകയും വേശ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചെല്ലുകയും ചെയ്തു. തീറ്റിത്തടിപ്പിച്ച കുതിരകളെപ്പോലെ അവർ മതിച്ചു നടന്നു. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നു. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന്റെ മതിലുകളിൽ മേൽ കയറി നശിപ്പിപ്പീൻ, എങ്കിലും മുടിച്ചുകളയരുത്. അതിന്റെ കൊമ്പുകളെ നീക്കിക്കളവീൻ, അവ യഹോവയ്ക്കുള്ളവയല്ലോ. ഇസ്രായേൽ ഗൃഹവും യഹൂദാ ഗൃഹവും എന്നോട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ യഹോവയെ നിഷേധിച്ചു പറഞ്ഞത്, അത് അവനല്ല, നമുക്ക് ദോഷം വരികയില്ല. നാം വാളോ ക്ഷാമമോ കാണുകയില്ല. പ്രവാചകന്മാർ കാറ്റായിത്തീരും, അവർക്ക് അരുളപ്പാടില്ല. അവർക്ക് അങ്ങനെ ഭവിക്കട്ടെ. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും. അവർ അതിന് ഇരയായിത്തീരും. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ ദൂരത്തുനിന്ന് ഒരു ജാതിയെ നിങ്ങളുടെ നേരെ വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അത് സ്ഥിരതയുള്ള ഒരു ജാതി, പുരാതനമായ ഒരു ജാതി, ഭാഷ നിനക്ക് അറിഞ്ഞുകൂടാത്തതും വാക്ക് നിനക്ക് തിരിയാത്തതുമായ ഒരു ജാതി തന്നെ. അവരുടെ ആവനാഴി തുറന്ന ശവക്കുഴി, അവർ എല്ലാവരും വീരന്മാരത്രേ. നിന്റെ പുത്രന്മാരും പുത്രിമാരും ഭക്ഷിക്കേണ്ടുന്ന നിന്റെ വിളവും നിന്റെ ആഹാരവും അവർ ഭക്ഷിച്ചുകളയും. അവർ നിന്റെ ആടുകളെയും കന്നുകാലികളെയും തിന്നുകളയും. അവർ നിന്റെ മുന്തിരിവള്ളികളെയും അത്തിവൃക്ഷങ്ങളെയും തിന്നുകളയും. നീ ആശ്രയിക്കുന്ന നിന്റെ ഉറപ്പുള്ള പട്ടണങ്ങളെ അവർ വാൾ കൊണ്ട് ശൂന്യമാക്കി കളയും. എന്നാൽ അന്നാളിലും ഞാൻ നിങ്ങളെ മുടിച്ചു കളകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ദൈവമായ യഹോവ ഇവയൊക്കെയും നമ്മോട് ചെയ്യുവാൻ സംഗതി എന്തെന്ന് ചോദിക്കുമ്പോൾ നീ അവരോട്, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് അന്യദേവന്മാരെ സേവിച്ചതുപോലെ നിങ്ങൾക്കുള്ളതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യജാതിക്കാരെ സേവിക്കേണ്ടി വരും എന്നുത്തരം പറയണം. നിങ്ങൾ യാക്കോബ് ഗൃഹത്തിൽ പ്രസ്താവിച്ചു യഹൂദായിൽ പ്രസിദ്ധമാക്കേണ്ടതെന്തെന്നാൽ, കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവിയുണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂഢന്മാരും ബുദ്ധിഹീനരുമായ ജനമേ, ഇത് കേൾപ്പീൻ. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ? എന്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതവണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കയില്ല. ഈ ജനത്തിനോ ശാഠ്യവും മത്സരവുമുള്ള ഒരു ഹൃദയമുണ്ട്. അവർ ശഠിച്ച് പൊയ്ക്കളഞ്ഞിരിക്കുന്നു. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം. നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു.
എന്റെ ജനത്തിന്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു. അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവർ കുടുക്കുവെച്ച മനുഷ്യരെ പിടിക്കുന്നു. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരും ആയിത്തീർന്നിരിക്കുന്നു. അവർ പുഷ്ടിവെച്ച് മിന്നുന്നു. ദുഷ്ടകാര്യങ്ങളിൽ അവർ കവിഞ്ഞിരിക്കുന്നു. അവർ അനാഥന്മാർക്ക് ഗുണം വരത്തക്കവണ്ണം അവരുടെ വ്യവഹാരം നടത്തുന്നില്ല. ദരിദ്രന്മാർക്ക് ന്യായപാലനം ചെയ്യുന്നതുമില്ല. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും?